ഗൈസ് ജഫോടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഓട്ടോ ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഓട്ടോ ഡബ്ബിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഹോട്ട്സ്റ്റാറിലായാലും നമ്മൾ യൂട്യൂബിലൊക്കെ ആയാലും വലിയ വലിയ ചാനലുകൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കാണുമെന്ന് കൂട്ടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിനിമ കാണാം. അപ്പോൾ നമുക്കത് ഡബ് ചെയ്തിട്ട് വേറൊരു ഇതിനകത്ത് ഒരു നമ്മൾ അറിയാം ഒരു തമിഴ് പടം അതായത് ഇംഗ്ലീഷിലോട്ട് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മലയാളത്തിലോട്ട് ഡബ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമ്മളൊരു ക്രിക്കറ്റ് കാണുക, ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇംഗ്ലീഷിൽ കാണാം, മലയാളത്തിൽ കാണാം, ഏത് ഭാഷ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബ് ചെയ്ത് കാണാനാവും. അതിൻ്റെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണിക്കും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈറലാക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപകാരമുള്ളൊരു സംഭവമാണ്. പക്ഷേങ്കിൽ അതിപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ 2 ദിവസമായുള്ളത് വന്നിട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് നമ്മളിപ്പം ക്യാപ്ഷൻ മാറ്റി കൊടുത്തു, നമ്മൾ മലയാളത്തിൽ ക്യാപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറഞ്ഞ സംഭവം ഓണാക്കുന്ന ആൾക്കാർക്ക് അത് ഇംഗ്ലീഷിലോട്ട് പോകണം. അപ്പോൾ കുറേ പേര് നമ്മളോട് കോൺടാക്ട് ചെയ്ത് ചോദിക്കണേ, എൻ്റെ ചേട്ടാ ഞാൻ മലയാളത്തിലാണ് ക്യാപ്ഷൻ കൊടുത്തത്, പക്ഷേ എനിക്കത് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പ്രോസസ്സിങ് കഴിഞ്ഞ സമയത്ത് അത് ഇംഗ്ലീഷിലോട്ടായി പോവുക. ഞാനിവിടെ യൂട്യൂബ് സ്റ്റുഡിയോയിലകത്ത് കൊടുത്തേക്കുന്നത് മലയാളത്തിലാണ്, പക്ഷേ യൂട്യൂബിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ അത് ഇംഗ്ലീഷിലാണ് വരുന്നത്. അത് എന്ത് ചെയ്യും, ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഈ ക്രോമിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ലാംഗ്വേജ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ കിട്ടും. അത് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ ഓൾറെഡി ഓട്ടോ ഡബ്ബിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി കാണാം. ഓക്കെ, അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഓട്ടോ ഡബ്ബിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയി കിട്ടിയ ആൾക്കാർക്ക്, അതായത് മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത് ഇപ്പം. അപ്പോൾ എന്തായാലും പോയിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്യാപ്ഷൻ മലയാളത്തിലോ തമിഴിലോ ഏത് ഭാഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലോട്ട് ആകുന്നുണ്ട്. അതാണ് പ്രശ്നം. എല്ലാവരും ടെൻഷൻ അടിച്ചിട്ട് ഓരോരുത്തരിങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യം ഇത് നമുക്ക് ഉപകാരമുള്ള സംഭവമാണ്, ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഇപ്പം ഞാനൊരു മലയാളത്തിൽ ചെയ്യുന്ന ഒരു ടെക് ചാനലാണ് അല്ലേ, മലയാളത്തിലാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നത്. അപ്പോൾ ഒരു ഹിന്ദിക്കാരന് പെട്ടെന്നൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യം വിട്, ഒരു ഹിന്ദി വീഡിയോസിൻ്റെ അകത്താണ് കൂടുതലായിട്ട് പുതിയതായിട്ടുള്ള അപ്ഡേഷനൊക്കെ പെട്ടെന്ന് അവർ അടിച്ച് കയറുന്നത്. നമ്മൾ മലയാളീസ് ചെയ്യുന്നതിനേക്കാളും മുമ്പേ ഹിന്ദിക്കാരാണ് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അപ്ഡേഷൻ കാര്യം സെർച്ച് ചെയ്ത് നമുക്ക് ഹിന്ദി വീഡിയോ ആണ് വരുന്നത് കുട്ടിക്കും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാം. അവർ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു 3 ഡോട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡബ് ചെയ്ത് മലയാളത്തിൽ കാണാനുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉപകാരമുള്ള ഓപ്ഷനാണ്. കൂടുതൽ വീഡിയോസ് നമ്മുടെ ഇടുന്ന വീഡിയോസിന് കൂടുതൽ വ്യൂ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ മലയാളികൾ മാത്രമേ നമ്മുടെ വീഡിയോ കാണുള്ളൂ, എൻ്റെ വീഡിയോ. പക്ഷേ അതേസമയം ഇപ്പോൾ ഹിന്ദിക്കാർ ഇംഗ്ലീഷുകാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്ക് അവരുടേതായ ഭാഷയിൽ ഡബ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ വ്യൂ കൂടാനുള്ള ചാൻസ് കൊണ്ട് നല്ലൊരു ഇതാണ്. പക്ഷേ അതിന് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് വീഡിയോ. ഞാൻ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ലൈവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് പ്രശ്നം വന്ന സമയത്ത് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.